വേസ്റ്റ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗജാനന്ദൻ കൂട്ടുകാരോട് പറയുകയാണ്, അവളുടെ മുഖത്തെ തുണിയൊന്ന് മാറ്റടാ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ആ തുണി അങ്ങ് മാറ്റുമ്പോഴത്തേക്കും സച്ചി തിരിഞ്ഞ് കിടക്കുന്നു. എന്നിട്ട് സച്ചി പറയാം, ഞാൻ നിന്നെ നോക്കിയിരിക്കുമായിരുന്നു, എന്താ വരാൻ ഇത്ര വൈകിയെന്ന് കളിയാക്കി ചോദിക്കുവാണ് കേട്ടോ. അപ്പം ഗജാനന്ദൻ പെട്ടെന്ന് അവൻ്റെ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞേ ഇവൻ പോയെന്ന്, പിന്നെ ഈ കിടക്കുന്ന ആരടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയാം, പോയെന്നാ ബോസ് ഓർത്തെ, പക്ഷെ ഇവിടെ കാണുമെന്ന് തീരെ പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗജാനന്ദൻ സച്ചിയെ വെല്ലുവിളിക്കുവാണ്, എന്തായാലും നീ ഇവിടെ ഉണ്ടായത് നന്നായി, അതുകൊണ്ട് നിൻ്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെ നടത്താം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറയുക, നിൻ്റെ കൂട്ടുകാരിൽ നിന്ന് രാവിലെ ഇവിടെ വന്ന് രേവതിയെ നോട്ട് എനിക്ക് അറിയായിരുന്നു, ആടിമാസമാണല്ലോ, അപ്പോഴാണല്ലോ നിനക്കൊക്കെ ഇളക്കം കൂടുന്നത് എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും അവർ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി അടിയാവുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി ഗജാനന്ദനെ ഗുണ്ടകളെ എടുത്തിട്ട് അടിക്കുവാണ്. അപ്പോൾ ഈ ഒച്ചയും ബഹളവും കേട്ട് നമ്മുടെ രേവതി എഴുന്നേൽക്കുവാണ് കേട്ടോ. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എന്തോ ഒരു ഒച്ച കേൾക്കുന്നു, വാ നമുക്ക് പുറത്ത് പോയി നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഗജാനന്ദനെ അടിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ വിട് എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, മോനെ വിട്, അവനെ അടിക്കല്ലേ, പോട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ നാട്ടുകാരൊക്കെ ഓടിക്കൂടുവാണ്. അപ്പോൾ നാട്ടുകാർ ഓടിക്കൂടിയിട്ട് അവർ ചോദിക്കുവാണ്, എന്താ മോനെ സച്ചി, എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി അവരോട് പറയുകയാണ്, ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരാ, പിന്നെ ആയിരുന്നു മേടിക്കാൻ വേണ്ടി വന്നതാണ് ചേച്ചി എന്ന് പറയുക. അപ്പോഴേക്കും അവർ പറയാം, രണ്ടെണ്ണം കൊടുക്കും മോനെ, അവന് കിട്ടിയത് പോരെങ്കിൽ നല്ലപോലെ കൊടുത്തു വിട് എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ സച്ചി പിന്നെ എടുത്തിട്ട് അടിക്കുവാണ്. കുറേ അടിച്ച് കഴിയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിൻ്റെ കൂട്ടുകാർ രാവിലെ വന്ന് രേവതിനെ നോക്കുന്ന ഞാൻ കണ്ടായിരുന്നു, നീ രാത്രി വന്ന് അവളെ പൊക്കാനുള്ള പ്ലാനാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കാവൽ കിടന്നതെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രേവതി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. നമ്മുടെ ലക്ഷ്മിയമ്മ ആകെ ഞെട്ടിപ്പോവാണ്. ലക്ഷ്മിയമ്മ എന്നിട്ട് സച്ചിയെ വിടാത്ത രേവതി പിടിച്ച് നിർത്തിയാൽ അവൾ കുറ്റബോധത്തിലൊക്കെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എടുത്തിട്ട് അടിക്കുവാണ് നമ്മുടെ സച്ചി ഗജാനന്ദനെ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് ഗജാനന്ദനോട്, തനിക്ക് നാണമില്ലടോ, എത്ര തവണ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചു, എന്നിട്ടും നിനക്ക് മതിയായില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുവാണ് കേട്ടോ. അപ്പം ദേവുമൊക്കെ പറയുന്നുണ്ട്, രണ്ടെണ്ണോട് കൊടുക്കുക സച്ചിയേട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മതി മോനെ വിട്ടേക്ക്, അല്ലെങ്കിൽ അവൻ ചത്തുപോകുമെന്ന് പറയുമ്പോഴേക്കും ഗജാനന്ദൻ പെട്ടെന്ന് സച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാണ് കേട്ടോ. ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. സച്ചി പുറകെ ഓടുന്നുണ്ട്, എങ്കിലും ഗജാനന്ദൻ നല്ല സ്പീഡിൽ ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് കേട്ടോ. അപ്പം നാട്ടുകാരെല്ലാം പറയാണ്, മോനെ സച്ചി, നീ ഇവിടെ ഉള്ളത് ഈ കുടുംബത്തിന് മാത്രമല്ല ഞങ്ങൾക്കും വലിയൊരു ആശ്വാസവും ബലമാണ് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ലക്ഷ്മി അമ്മയ്ക്കും രേവതിക്കൊക്കെ ഒരുപാട് സന്തോഷവുമാണ്. കഴിഞ്ഞ് നാട്ടുകാരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും സച്ചി ലക്ഷ്മി അമ്മയോട് രേവതിയോടൊക്കെ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ പോയി കിടന്നോ, ഇനി എന്തായാലും അവന്മാർ വരുവല്ല, അത് ഉറപ്പാന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി അമ്മയും അനിയനും അനിയത്തിയും രേവതിയുടെ അനിയനും അനിയത്തിയും കൂടെ അകത്തോട്ട് കയറി പോവാണ്. അത് കഴിയുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിയുടെ വേർപ്പെല്ലാം സാരി തുമ്പോണ്ട് തൂത്തു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ചെല്ല നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് രേവതിനെ അകത്തോട്ട് വിടുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അവനെ പറഞ്ഞു വിടാതിരുന്നത് നന്നായി മോളെ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിയമ്മേനെ കളിയാക്കി രേവതി വയ്ക്കുന്നുണ്ട്, വേണേ ഇപ്പം ഞാൻ ചെന്ന് പോകാൻ പറയാം, എന്തായാലും അവർ വന്നിട്ട് പോയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, കളിയാക്കാതിരി, അവൻ അവിടെ കിടന്നോട്ടെ എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നടക്കാനിറങ്ങിയ രവീന്ദ്രനെയാണ്. രവീന്ദ്രനെ കാത്ത് മധുസൂദനനും ഭാര്യയും വഴി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവരെ കാണുമ്പോഴത്തേക്കും അശോകനോട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇതെന്താ ഇവരെവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും മധുസൂദനെ കാണുമ്പോഴേക്കും അവർ വഴി മാറി പോവുകയാണ് കേട്ടോ. മധുസൂദനൻ പുറകെ ഓടി വന്നിട്ട് പറയാണ്, തന്നോടിപ്പം വേറൊരു കാര്യവും പറയാൻ വേണ്ടിയിട്ടല്ല വന്നേ, എൻ്റെ മകളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേ. തൻ്റെ ഒരു ഇളയ മകനുണ്ടല്ലോ ശ്രീകാന്ത്, അവൻ എൻ്റെ മോളുടെ പുറകെ നടക്കുവാന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് താൻ പറയുന്നൊന്നും വിശ്വാസമില്ല, എൻ്റെ മക്കളെ എനിക്ക് വിശ്വാസമെന്നുള്ള രീതി പറയുവാണ്. അതിന് പറയുവാണ്, പിന്നെ തനിക്ക് ഇനി തൻ്റെ മോൾക്ക് എൻ്റെ മോനെ കാണാൻ പാടില്ല എന്നാണെങ്കിൽ അത് താൻ തൻ്റെ മോളോടാണ് പറയേണ്ടത്, എൻ്റെ മോനോട് എന്ത് ഞാൻ പറയണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മധുസൂദൻ്റെ ഭാര്യ വന്നിട്ട് പറയുവാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതുപോലെയുള്ള മിഡിൽ ക്ലാസ്സുകാരോടൊന്നും സംസാരിക്കാൻ ഇറങ്ങരുതെന്ന്, അയാളന്ന് നമ്മുടെ വീട്ടിൽ വന്നതല്ലേ, വീട്ടിൽ വന്നപ്പം നമ്മുടെ പദവിയും നമ്മുടെ വീടുമൊക്കെ കണ്ടങ്ങ് ആശിച്ച് കാണും, അതായിരിക്കും നൈസായിട്ട് മകനെ ഇറക്കി നമ്മുടെ മോളുടെ പുറകെ വിട്ടേക്കുന്നതെന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടേക്കുന്ന അശോകന് ദേഷ്യം വന്നിട്ട് അശോകൻ പറയാം, നിങ്ങളെന്തോന്ന് ഈ പറഞ്ഞു വരുന്നത്, രവി സ്വന്തം കുറ്റം കൊണ്ടല്ലേലും പുള്ളിയുടെ വണ്ടി കാരണം ആക്സിഡൻ്റ് ആയ ഒരച്ഛൻ്റെ മകളാണ് ഇപ്പം രവിയുടെ പ്രിയപ്പെട്ട മരുമോള്, രവിയുടെ മകനാണ് ആ കൊച്ചിനെ കെട്ടിയേക്കുന്നത്, അങ്ങനെ ഒരു കാര്യവും നോക്കാതെ
ആ വീട്ടിൽ ആ പെങ്കൊച്ചിന് വലിയൊരു സ്ഥാനം കൊടുത്ത ഒരാളാണ് രവി. ആ രവിയാണോ നിങ്ങളുടെ സ്വത്തും പണവും കണ്ട് നിങ്ങളുടെ മകളുടെ അടുത്തേക്ക് ഇളയ മകനെ പറഞ്ഞു വിടും എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ്, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ തൻ്റെ മകളെ പറഞ്ഞ് നിർത്തിക്കണം. എൻ്റെ മകനോട് എന്ത് പറയണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഞാൻ നിങ്ങളുടെ അടിമയോ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് രവി അവിടെ നിന്ന് അശോകനെ കൂട്ടി പോവുകയാണ് കേട്ടോ. ഇത് മധുസൂദന് നല്ല അടി കിട്ടിയതുപോലെ ആവുകയാണ്. മധുസൂദൻ അപ്പം ഭാര്യയോട് പറയുകയാണ്, അവനിനി എൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.